കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം തുടരുന്നു. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ തീരുമാനം വൈകിയേക്കും. ഇന്ന് ദില്ലിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായേക്കില്ല എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനം ഏപ്രിൽ 14-ന് ശേഷമാകും ഉണ്ടാവുക. അതേസമയം പത്തനംതിട്ട ജില്ലയിലെ സീറ്റിനെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുന്നു. ആന്റോ ആന്റണിക്ക് പകരം ആളെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാണ്. മുതിർന്ന നേതാക്കൾ മത്സരത്തിന് തയ്യാറാകണമെന്ന ആവശ്യവുമായി PJ കുര്യനും പ്രതികരിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സര രംഗത്തുണ്ടാകുമെന്ന് K സുധാകരനും പറഞ്ഞിരിക്കുന്നു. ആലപ്പുഴ വടകര സീറ്റുകളെ ചൊല്ലി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. 14-ന് ശേഷമേ അന്തിമ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകൂ എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്. സന്തോഷ് സെർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ചർച്ചകൾ തുടരുകയാണ്. ഏതെങ്കിലും സീറ്റുകളിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. പ്രാഥമിക പട്ടികയുമായി സംസ്ഥാന നേതാക്കൾ ദില്ലിയിൽ എത്തിയിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ദില്ലിയിൽ ചർച്ചകളുടെ ഭാഗമായി പങ്കെടുക്കുന്നു. മത്സരിക്കാനില്ലെന്ന് KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ ആളുകളെ കണ്ടെത്താനുള്ള ചർച്ചകളാണ് ഇപ്പോഴും തുടരുന്നത്. ഇതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, പുതിയ ആളുകളെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്ന് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. സന്തോഷ് സെല്ലിംഗ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, ഏതെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ജോർജറ്റ്, ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിഷയം ചർച്ചയ്ക്കെടുത്തു. ഏറ്റവും ആദ്യം ചെയ്തത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുക എന്നതാണ്. അതിന്റെ ഭാഗമായി PJ കുര്യൻ, VD സതീശൻ, K സുധാകരൻ തുടങ്ങിയവർ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടു, അവരുടെ നിലപാട് അറിയിച്ചു. അതിനുശേഷമാണ് പിന്നീട് കേരളത്തിൽ നിന്നുള്ള KPCC നേതൃത്വവുമായി കൂട്ടമായി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചർച്ച കണ്ട നേതാക്കൾ അടക്കം അറിയിച്ചിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കണം എന്ന് തന്നെയാണ്. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, K സുധാകരൻ അടക്കമുള്ളവർ വിവിധ മണ്ഡലങ്ങളിൽ പേരുണ്ടെങ്കിൽ അവർ മത്സരിക്കുന്നില്ല, പിന്മാറുന്നു. KC വേണുഗോപാലും. അപ്പൊ ഇതിൽ അതൃപ്തി ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കമാൻഡും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ മുതിർന്ന നേതാക്കളുടെ പിന്മാറ്റം പരാജയ ഭീതിയിലാണ് എന്ന പ്രതീതി സൃഷ്ടിക്കും. പ്രത്യേകിച്ച് KC വേണുഗോപാലിനെതിരെയാണ് വിമർശനം. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നാടകീയമായി KC വേണുഗോപാൽ ഭാരിച്ച ചുമതല പറഞ്ഞ് പിന്മാറുന്നത്. നേരത്തെ തന്നെ ചുമതലകൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് KC വേണുഗോപാൽ പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്മാറി. അപ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിലെ ഇനിയൊരു സ്ഥാനാർത്ഥി വന്നാൽ പോലും അത് UDFന്റെ ജയസാധ്യതയെ തകർക്കും എന്ന് തന്നെയാണ് വ്യക്തം. അതുകൊണ്ട് KC വേണുഗോപാൽ മത്സരിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് നേതാക്കൾ പലരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിനും അത്തരമൊരു ആഗ്രഹമുണ്ട്. കാരണം ഇനി ഒരു പിന്മാറ്റം മുഴുവൻ സംസ്ഥാനത്തെയും ബാധിക്കും. മുതിർന്ന നേതാക്കൾ പിന്മാറുന്നത് തന്നെ ശരിയല്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും മത്സരിക്കണമെന്ന് PJ കുര്യൻ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കാര്യം വ്യക്തമാക്കി. മറ്റൊരു മണ്ഡലം വടകരയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്മാറിയാൽ വടകരയിൽ പിന്നെ ആരാകും സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ച് പല നേതാക്കളും KK രമയുടെ പേരും CFന്റെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി. എന്തായാലും ദില്ലിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കമാൻഡിനുള്ളത്. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി, സുധാകരൻ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ മത്സരിക്കുന്നില്ല എന്ന വാദം ഉയർത്തുമ്പോൾ ഹൈക്കമാൻഡ് അതിൽ ഇടപെടുകയാണ്. ഇവർ മത്സരിച്ചില്ലെങ്കിൽ പരാജയ ഭീതിയിലാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. ആശയക്കുഴപ്പങ്ങൾ തുടരുന്നതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഉയരുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടായാൽ കർശന നടപടിയെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. സ്ഥാനാർത്ഥിയുടെ പരമാവധി തെരഞ്ഞെടുപ്പ് ചെലവ് 70 ലക്ഷം. സംസ്ഥാനത്ത് ആകെ 2.5 കോടി വോട്ടർമാരാണ് ഉള്ളത്. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 24,970 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 700ഓളം പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോളിംഗ് ഓഫീസർമാർക്ക് വിപുലമായ പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അസൗകര്യമുണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കുമെന്ന് കെ സുധാകരൻ. എന്നാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരാരും മത്സരിക്കില്ലെന്ന പ്രചരണം വാസ്തവമല്ലെന്നും സുധാകരൻ ദില്ലിയിൽ പ്രതികരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് സീനിയർ നേതാക്കന്മാർ മത്സരരംഗത്ത് നിന്ന് മാറുന്നു എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല. കേരളത്തിലെ എല്ലാവരും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ആരും അതിനെ ധിക്കരിക്കുന്ന ഒരാളും കോൺഗ്രസിന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധി തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ കെ.എം. മാണിയുടെ വസതിയിൽ നടക്കുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കെ.എം. മാണിയെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നു. പ്രശാന്ത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ആയോ? ചർച്ചകൾ തുടരുകയാണോ? ജോർജ്, ഇന്നലെ പാർലമെന്ററി കമ്മിറ്റിക്ക് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് ചേർന്ന കെ.എം. മാണിയെ കോട്ടയത്ത് സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കെ.എം. മാണിയുടെ വസതിയിലേക്ക് ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ളവർ ഒറ്റയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കെ.എം. മാണിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇത്തരം സ്ഥാനാർത്ഥി ആകുന്നതിനെ കുറിച്ചുള്ള ചില അഭിപ്രായം ചോദിച്ച് തോമസ് ചാഴിക്കാണ്ടും അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസും അടക്കമുണ്ട്. എന്നാൽ പി.ജെ. ജോസഫ് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യം പരസ്യമായി തുറന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പരസ്യമായി പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിയത്. സ്വന്തം മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ അവർക്കായില്ല. എന്നാൽ ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി എത്തുന്ന ആളുകൾ പൂർണ്ണമായും ജോസഫിനെതിരെയുള്ള വികാരമാണ് പലപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പി.ജെ. ജോസഫ് ഇത്തരത്തിൽ അഭിപ്രായമായി വന്നത് വളരെ മോശമായി. മാത്രമല്ല, മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെ കേരള കോൺഗ്രസ് കണ്ടെത്തണം. പി.ജെ. ജോസഫിനെ യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മണ്ഡലം ഭാരവാഹികൾ ഭൂരിഭാഗവും എം മാണി ആവശ്യപ്പെടുന്നത്. എന്തായാലും അധികം താമസിയാതെ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനം എം മാണിക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ മാണി വിഭാഗത്തിന് മാത്രമേ, മാണി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ ഇത് സംബന്ധിച്ച സീറ്റുകൾ നൽകിയുള്ളൂ എന്നുള്ള തീരുമാനം മാണി ഗ്രൂപ്പ് അനൗദ്യോഗികമായി തന്നെ എടുത്തിട്ടുണ്ട്. കാരണം പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് പാർട്ടി വൈസ് ചെയർമാൻ ജോസ് കെ മാണിയും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കെ.എം. മാണി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത് വലിയ പ്രതിസന്ധിയും പിളർപ്പും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇപ്പോൾ മണ്ഡലം ഭാരവാഹികൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കെ.എം. മാണിയെ വീട്ടിൽ വന്ന് കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം കെ.എം. മാണിയാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കേണ്ട ചുമതല ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം ഭാരവാഹികളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അധികം താമസിയാതെ തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകും. 2 ദിവസം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. വ്യക്തമാണ്. കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി തുടരുന്നു. കെ.എം. മാണിക്കാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന്റെ ചുമതലകളും തീരുമാനിക്കുന്നതിന്റെ ചുമതലയും. ഇതിന്റെ ഭാഗമായി കെ.എം. മാണിയുടെ വസതിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. വിവരങ്ങളാണ് ടി.പി. പ്രശാന്ത് നൽകിയത്. പി.ജെ. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്ത്. മാണി വിഭാഗത്തിൽ നിന്നുള്ളവർ വരണമെന്നതാണ് പ്രവർത്തകരുടെ വികാരമെന്ന് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം പറഞ്ഞു. ഇത് കെ.എം. മാണിയെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി അണികളുടെ വികാരം എന്താണെന്നുള്ളത് അതായത് മാണി വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം എന്നാണ് വികാരം അറിയിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രവർത്തകരുടെ അണികളുടെ വികാരം അഭിപ്രായം അതാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വടകര പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ആവേശമാണ് നാടെങ്ങും കാണാൻ കഴിയുന്നതെന്ന് LDF സ്ഥാനാർത്ഥി പി. ജയരാജൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം കുടിവെള്ളം എത്തിക്കുന്നതിനും സ്വാതന്ത്ര്യ പരിചരണ രംഗത്തും LDF പ്രവർത്തകർ സജീവമാകണമെന്നും പി. ജയരാജൻ പറഞ്ഞു. വടകര പാതിയാരക്കരയിൽ CPIM അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ള ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ വന്നപ്പോഴും ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും. അപ്പൊ തിരിച്ചു പിടിക്കാൻ
എന്നെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമരമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ സമരം നമുക്ക് ഒന്നിച്ച് നടത്താം. വടകര മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കാം. വോട്ടെടുപ്പ് നടന്ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര വിജയമായിട്ട് വടകര മണ്ഡലത്തിലെ LDFന്റെ വിജയം മാറത്തക്ക നിലയിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താനാവും. പാറശാലയിൽ വീണ്ടും RSS അതിക്രമം. ഇന്ന് പുലർച്ചെ 2:30 CPIM പാറശാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുവിന്റെ വീട് ആക്രമിച്ചു. 8ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് CPIM ആരോപിച്ചു. ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. ഇരുചക്ര വാഹനവും അക്രമികൾ നശിപ്പിച്ചു. ഇതേ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷിന്റെ വീട്ടിലും ആക്രമണം നടന്നത്. ബൈക്കിലാണ് അക്രമി സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഇഞ്ചിവിളയിലും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കത്തിനാണ് കൊടിയേറിയത്. കേന്ദ്രം ഭരിക്കുന്ന NDA ഒരു വശത്തും 21 പ്രതിപക്ഷ കക്ഷികൾ മറുപക്ഷത്തും അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാജ്യവും ഒരുങ്ങുന്നു. 2014 കുറഞ്ഞ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച 117 സീറ്റുകൾ ഇത്തവണ NDAയുടെ വിജയപരാജയം നിശ്ചയിക്കും. 3 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ തള്ളിയിട്ട കർഷക പ്രക്ഷോഭങ്ങൾ, നോട്ടുമാറ്റമുണ്ടാക്കിയ ദുരിതം, GSTയിലൂടെ അടിത്തറ തകർന്ന ചെറുകിട കച്ചവട മേഖല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിരവധി. 3 ദശാബ്ദത്തിനു ശേഷം ആദ്യമായാണ് BJPക്ക് 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ 5 വർഷത്തിനു ശേഷം കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി വെറും 10% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ച 117 ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമല്ല. ഉത്തർപ്രദേശിൽ 10,000 താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് 34 സീറ്റിൽ ജയിച്ചത്. സമാജ്വാദിയും BSPയും സഖ്യമായതോടെ ഈ സീറ്റുകളിൽ BJP പരാജയപ്പെടുമെന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലും ജാർഖണ്ഡിലുമായി 10ഓളം സീറ്റുകളിൽ 2014 ഭൂരിപക്ഷം 10,000 താഴെയായിരുന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ച തടയാൻ പ്രതിപക്ഷം സഖ്യമായി മത്സരിക്കുന്നു. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ തവണ ആകെ ലഭിച്ച 5 സീറ്റ് ഇത്തവണ ഒപ്പമുണ്ടാകില്ലെന്നും സൂചന. കേരളത്തിലെ 20 സീറ്റുകളിലും പ്രതീക്ഷ വേണ്ടെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സീറ്റുകളേറെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കാം. 130 മില്യൺ വരുന്ന യുവ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ലോക്സഭയോടൊപ്പം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഒറ്റഘട്ടമായി ഏപ്രിൽ 11-നാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഒഡീഷയിലാകട്ടെ 4 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ ഏപ്രിൽ 11-ന് ആദ്യഘട്ടം ആരംഭിക്കും. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 11 തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ മെയ് 23-ന് ഫലപ്രഖ്യാപനമുണ്ടാകും. The commission has decided to hold elections for these legislative assemblies for these 4 states simultaneously with the general elections to the 17th Lok Sabha. 176 നിയമസഭാ സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ 99 സീറ്റുകളുമായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയാണ് ഭരിക്കുന്നത്. 66 സീറ്റുള്ള YSRCP ആണ് ആന്ധ്രയിലെ പ്രതിപക്ഷം. 3 നിയമസഭാ സീറ്റുകൾ മാത്രമേ BJPക്ക് ആന്ധ്രയിലുള്ളൂ. 32 നിയമസഭാ സീറ്റുള്ള സിക്കിമിൽ 23 സീറ്റ് കൈവശമുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പ്രതിപക്ഷമായ SKMനെ കൂട്ടുപിടിച്ച് താഴെയിടാനുള്ള തന്ത്രങ്ങളാണ് BJP ഇത്തവണ മെനയുന്നത്. 147 സീറ്റുള്ള ഒഡീഷയിൽ 117 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന BJD ഇത്തവണയും മന്ത്രിസഭ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് 16 സീറ്റും BJPക്ക് 10 സീറ്റുമാണ് ഒഡീഷയിലുള്ളത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പിന്നിൽ മോദി സർക്കാരിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം. 60 നിയമസഭാ സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 48 സീറ്റുമായി BJPയാണ് അധികാരത്തിൽ. 5 സീറ്റുള്ള NPPയും 2 സീറ്റുള്ള INDയും BJPക്കൊപ്പമാണ്. പ്രതിപക്ഷമായ കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് അരുണാചലിലുള്ളത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ഭിന്നത രൂക്ഷമായിരിക്കെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന കാശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. കാശ്മീരിൽ 6 ലോക്സഭാ സീറ്റുകളിലേക്ക് 5 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ,
ദില്ലി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച വേളയിൽ കെ.എൻ. ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി. ഇടതുമുന്നണി ലോക്സഭയിൽ അംഗത്വം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ സമയം ലഭിച്ചത് പ്രചരണം നന്നാവുമെന്നും കോടിയേരിയും പറഞ്ഞു. കൊല്ലത്ത് ദേശാഭിമാനിയുടെ എഡിഷൻ ഉദ്ഘാടന വേദിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൂടി വേദിയായത്. ദേശാഭിമാനി കൊല്ലം എഡിഷൻ കെട്ടിടത്തിന്റെയും പ്രസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും നിർവഹിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി കെ.എൻ. ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ചത്. ഈ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ആകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന് നടത്തുന്നത് നന്നായി. ഇപ്പോൾ MV ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. നിരവധി പേരുടെ ത്യാഗോജ്വലമായ രക്തസാക്ഷിത്വവും അതിലൂടെ ഉഴുത് പാകപ്പെടുത്തിയ മണ്ണാണ് കണ്ണൂരിലെ മണ്ണ്. എതിരാളികൾ പാർട്ടിക്കെതിരായി കടുത്ത കടന്നാക്രമണങ്ങളാണ് പല ഘട്ടങ്ങളിലായി നടത്തിയത്. ആ കടന്നാക്രമണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽക്കുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പാർട്ടിയെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക, അതിന് സഹായകരമായ വിധത്തിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക എന്ന വലിയ ജോലിയും ഉത്തരവാദിത്വവുമാണ്. ആ ജോലിയും ഉത്തരവാദിത്വവും രാഷ്ട്രീയമായി നിർവഹിക്കുന്നതിൽ കണ്ണൂർ ജില്ല പ്രധാനപ്പെട്ട സംഭാവന നൽകും എന്ന് പൂർണ്ണമായും ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് നമ്മളെല്ലാം ഇറങ്ങുന്നത്. പാർട്ടി ആകെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ കൂട്ടായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതലയായി 2 വർഷത്തോളമാണ് എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. അതൊരു പുതിയ ലോകമായിരുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുമായും രാഷ്ട്രീയ നേതാക്കന്മാരുമായും ജനപ്രതിനിധികളുമായും ജനങ്ങളുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു പുതിയ ലോകമായിരുന്നു അത്. ആ ജോലി എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അത് വിലയിരുത്തേണ്ടത് മുഖ്യമന്ത്രി ഓഫീസിനെ കുറിച്ച് പുറത്തുള്ള ജനങ്ങളാണ്. തീർച്ചയായും ആ ജോലിയും ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിനിടയിൽ പാർട്ടി സംഘടനയുടെ ചുമതല ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ആ ചുമതല രാജിവെക്കുക എന്നത് അനിവാര്യമാണ്. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. P. ജയരാജൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ആൾ കണ്ണൂരിന്റെ സെക്രട്ടറിയായി രംഗത്ത് വരുന്നത്. MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ട് പ്രതികരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് സംഭാവനകൾ കണ്ണൂരിൽ നിന്ന് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. തിരികെത്താം ഇടവേള. ആലപ്പുഴ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ പുന്നപ്ര സമരസേനാനി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഗംഭീര സ്വീകരണമാണ് മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോഡ് ഷോയിലൂടെ ആലപ്പുഴ നഗരത്തിൽ പര്യടനം നടത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നലെ മണ്ഡലത്തിലെ ഇടതുപക്ഷ വനിതാ പാർലമെന്റ് യോഗങ്ങളിലും പങ്കെടുത്തു. വളരെ ആവേശകരമായ സ്വീകരണമാണ് ആരിഫിന് ലഭിച്ചത്. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. തന്ത്രപരമായ ഒരു സ്ഥിതിയാണ്. നമ്മുടെ ആരിഫിനെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പറായിരിക്കും സഖം ആരിഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. മുൻ MP CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതിനിടയിൽ വേദിയിലെത്തിയ സ്ഥാനാർത്ഥി AM ആരിഫിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത്.
ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിന് താൻ ഒപ്പമുണ്ടെന്ന ഉറപ്പു നൽകിയാണ് ആരിഫ് വേദി വിട്ടത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന LDF കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് അദ്ദേഹം. ഇപ്പോഴും കലാപം തുടരുന്ന കോൺഗ്രസിൽ തൃശൂരിൽ ആരെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. BJPയിലും ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം ഇനിയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായിട്ടില്ല. LDF കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി ജോൺ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജുവല്ലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത്. തൃശൂർ കിരാലൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജുവല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.